മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോവാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാമും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് ലാസ്റ്റ് നടന്ന, അതായത് 2020 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കത് പഠിക്കുന്നതിലൂടെ തന്നെ ടോപ്പിക്കിനെ കുറിച്ച്, സിലബസിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. ഒരു സിലബസിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് യൂഷ്വലി വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 2020 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ് ഓപ്ഷൻ എ ദ ട്രിപ്പിൾ പോയിന്റ്, ബി ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്, സി എബവ് ദ ട്രിപ്പിൾ പോയിന്റ്, ഡി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പം ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്ന ടെമ്പറേച്ചർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രീസ് ഡ്രൈയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീസ് ഡ്രൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെത്തേഡ് ഓഫ് ഒരു ഫുഡ് പ്രിസർവേഷനിൽ വരുന്ന ഒരു മെത്തേഡാണ്. അതായത് ഫുഡിന്റെ, നമ്മളിപ്പം ഡീഹൈഡ്രേഷൻ അറിയാം, ഡീഹൈഡ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മൾ ചൂട് കൊടുത്തിട്ട് ഫുഡിനകത്തുള്ള ജലാംശം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിനെ നമ്മൾ, അതായത് ഫുഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ഫ്രീസ് ചെയ്തിട്ട് അതിനകത്ത് അണ്ടർ പ്രഷർ ഫോം ചെയ്യുന്ന ഐസ് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഐസ് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറിന്റെ കണ്ടന്റ് ആണ്. അപ്പൊ ഈ വാട്ടർ കണ്ടന്റിനെ ഐസ് ക്രിസ്റ്റൽസിന്റെ ഫോമിൽ അത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, അതാണ് ക്രയോഡെസിക്കേഷൻ. ക്രയോഡെസിക്കേഷൻ എന്ന് പറയും, പിന്നെ ലയോഫിലൈസേഷൻ എന്നും പറയും കേട്ടോ, ലയോഫിലൈസേഷൻ എന്നും പറയും. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ വേറെ പേരുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏത് ടെമ്പറേച്ചറിൽ നടക്കുമെന്നാണ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്രിപ്പിൾ പോയിന്റ്? ഇതൊക്കെ നമ്മൾ സിലബസിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നോക്കും. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ പ്രഷറിന്റെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഗ്യാസ് ഫോമും സോളിഡ് ഫോമും ലിക്വിഡ് ഫോമൂടെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ പോയിന്റ്, അതിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്ന ടെമ്പറേച്ചർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി, ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ട്രിപ്പിൾ പോയിന്റിന് ബിലോ ആയിട്ടാണ് ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്നത്. അപ്പൊ ഫ്രീസ് ഡ്രൈയിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ രണ്ട് പേരുണ്ട്, ക്രയോഡെസിക്കേഷനും ലയോഫിലൈസേഷനും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ബി ആണ് കേട്ടോ, ബി ആണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്തത്, യൂസ് ഓഫ് സെവറൽ മെത്തേഡ്സ് ലൈക്ക് ടെമ്പറേച്ചർ high or low, control of acidity, control of water activity for food preservation of food is known as A. hurdle technology, B. mixed technology, C. stumbling technology, D. multiple technology. Okay, ഇവിടുത്തെ ആൻസർ ഹേർഡിൽ ടെക്നോളജി ആണ് കേട്ടോ. ഹേർഡിൽ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മീൻ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിസർവ്, ലോങ് ലൈഫ്, അതായത് ലോങ് ലൈഫ്, ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹേർഡിൽ ടെക്നോളജി. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഒന്നീ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ pH മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് അസിഡിറ്റി, pH മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ഇങ്ങനെ കുറെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസിന്റെ ഷെൽഫ് ലൈഫ് നമ്മൾ നീട്ടുന്നു, അല്ലെങ്കിൽ അതിന് ലോങ് പ്രിസർവിങ് പീരീഡ് കൊടുക്കുന്നു. അതാണ് നമ്മൾ ഈ ഒരു ടെക്നോളജിയിൽ പറയുന്നത്. അത് ഹേർഡിൽ ടെക്നോളജിയാണ്. ഓക്കെ, സ്റ്റംബ്ലിംഗ് ടെക്നോളജി അത് വെറുതെ അവർ ജസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. ബട്ട് ആൻസർ ഹേർഡിൽ ടെക്നോളജിയാണ്. ഇനി അടുത്തത്, കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രം ഈസ് ഓൾസോ നോൺ ആസ്. കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ. ക്വാളിറ്റി സർക്കിൾസ് ഉണ്ട്, ബി. ഫിഷ് ബോൺ ഡയഗ്രം ഉണ്ട്, സി. 5 ഫോഴ്സ് ഡയഗ്രം ഉണ്ട്, ഡി. കെയ്സൺ ഡയഗ്രം ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയുന്നത് എന്താണ്? ക്വാളിറ്റി സർക്കിൾസ് ആണ്. ഓക്കെ, ക്വാളിറ്റി സർക്കിൾസ്, പിന്നെ
ഫിഷ് ബോൺ ഡയഗ്രാം, 5 ഫോഴ്സ് ഡയഗ്രാം, കേസൺ ഡയഗ്രാം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സാധനത്തിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ എങ്ങനെ അതിന്റെ കോസ് വന്നിട്ട് ഈ കോസുകൾ വന്നിട്ട് എങ്ങനെ അതിനെ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സപ്പോസ് എടുക്കുന്ന സംഭവം പ്രൊഡക്ഷൻ ആണെന്നിരിക്കുക. ആ പ്രൊഡക്ഷനകത്ത് റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഷീനറിയുടെ ആക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ മാൻ പവർ ഉണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെ ഫൈനലി ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഡയഗ്രാം ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്നിരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് മെറ്റീരിയൽസ് വരുന്നുണ്ട്, പിന്നെ മാൻ പവർ വരുന്നുണ്ട്, അതുപോലെ മെഷീനറി വരുന്നുണ്ട്, അങ്ങനെ വേറെ വേറെ പല പല സാധനങ്ങൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ, ഈ ഒരു ഡയഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഫിഷ് ബോൺ പോലെ ഇരിക്കും. ഓക്കെ, ഫിഷ് ബോൺ ഡയഗ്രാം ആയിട്ടിരിക്കും. അപ്പം ഈ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ഇസ് ഓൾസോ നോൺ ആസ് ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയും. ഇതിന് മറ്റൊരു പേരുണ്ട്, അതാണ് ഇഷിക്കാവ ഡയഗ്രാം. അതായത് ഇഷിക്കാവ ഡയഗ്രാം എന്ന് പറയുന്നത് ഫിഷ് ബോൺ ഡയഗ്രാം ആണ്. ഇഷിക്കാവ ഡയഗ്രാം, ഇഷിക്കാവ എന്ന് പറയുന്നത് ഫിഷ് ബോൺ ഡയഗ്രാം ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ക്വാളിറ്റി സർക്കിൾസ് പറയുന്നുണ്ട്. ക്വാളിറ്റി സർക്കിൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സർക്കിളിൽ മീറ്റിംഗ് നടത്തുകയാണ്. എന്താണ്? ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട്. അതിനാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു 5 ഫോഴ്സ് ഡയഗ്രാം പറയുന്നുണ്ട്. ഓക്കെ, 5 ഫോഴ്സ് ഡയഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയും. അതും നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൊരു 5 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ്. പിന്നെ കേസൺ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഫിഷ് ബോൺ ഡയഗ്രാം ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ഇഷിക്കാവ എന്നും പറയും. ഓക്കെ, അടുത്തതാണ് ദ പ്രോസസ് ഇൻ വിച്ച് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെർമെറ്റിക് സെൻട്രിഫ്യൂഗ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ബാക്ടീരിയ ആൻഡ് എസ്പെഷ്യലി ദ സ്പോർസ് ഫോംഡ് ബൈ സ്പെസിഫിക് ബാക്ടീരിയ സ്ട്രെയിൻസ് ഫ്രം മിൽക്ക് ഈസ് നോൺ ആസ്. ഓക്കെ, ആ പ്രോസസ്സിന്, അതായത് മിൽക്കിൽ നിന്ന് എന്താണ് ബാക്ടീരിയനെയും അല്ലെങ്കിൽ ഓരോ ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഉണ്ടാകുന്ന സ്പോർസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് സെൻട്രിഫ്യൂഗ് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ബി പാസ്ചറൈസേഷൻ, സി അസെപ്റ്റിക് പാക്കേജിംഗ്, ഡി ബാക്ടോഫുഗേഷൻ. ഇവിടുത്തെ ആൻസർ ബാക്ടോഫുഗേഷൻ ആണ് കേട്ടോ. ബാക്ടോഫുഗേഷൻ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റെറിലൈസേഷൻ നമുക്കറിയാം, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയും. എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിനെയും അതിന്റെ സ്പോർസിനെയും കൂടി കില്ല് ചെയ്യുന്നു. അതാണ് സ്റ്റെറിലൈസേഷൻ. പിന്നെ പാസ്ചറൈസേഷൻ നമുക്കറിയാം മിൽക്കിന്റെ ഒക്കെ പാസ്ചറൈസേഷൻ എന്താണ്? പാലിനെ നമ്മൾ 72 ഡിഗ്രി വരെ ചൂടാക്കിയിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് റാപ്പിഡ്ലി കൂൾ ടു എന്താണ് 4 ഡിഗ്രി സംതിങ് ഒക്കെ, അതാണ് പാസ്ചറൈസേഷൻ. പിന്നെ അസെപ്റ്റിക് പാക്കേജ് എന്ന് വെച്ചാൽ അസെപ്റ്റിക് കണ്ടീഷൻസിൽ നമ്മൾ പാക്കിംഗ് ചെയ്യുന്ന സംഭവമാണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ബാക്ടോഫുഗേഷൻ ആണ്. ബാക്ടോഫുഗേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെർമെറ്റിക് സെൻട്രിഫ്യൂഗ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ബാക്ടീരിയ ആൻഡ് എസ്പെഷ്യലി ദ സ്പോർസ് ഫോംഡ് ബൈ സ്പെസിഫിക് ബാക്ടീരിയൽ സ്ട്രെയിൻസ്. അതാണ് ബാക്ടോഫുഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഇൻവോൾവ് ഇൻ അസിഡിക് ഫെർമെന്റേഷൻ. അപ്പം അസിഡിക് ഫെർമെന്റേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ലാക്ടോബാസിലസ്, ല്യൂക്കണോസ്റ്റോക്ക്, ലാക്ടോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്. ബി ലാക്ടോകോക്കസ്, ബിഫിഡോബാക്ടീരിയം, ലാക്ടോബാസിലസ് ആൻഡ് ല്യൂക്കണോസ്റ്റോക്ക്. സി ലാക്ടോകോക്കസ്, റൈസോപ്പസ്, ലാക്ടോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ്. ഡി ലാക്ടോബാസിലസ്, ല്യൂക്കണോസ്റ്റോക്ക്, ലാക്ടോകോക്കസ് ആൻഡ് ആസ്പെർഗില്ലസ്. ഇവിടുത്തെ ആൻസർ വന്നിട്ട് ലാക്ടോബാസിലസ്, ല്യൂക്കണോസ്റ്റോക്ക്, ലാക്ടോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്. ആൻസർ എ ആണ് വരുന്നത്. എ ആണ് വരുന്നത്. ഇതാണ് വരുന്നത്. അപ്പം ഈ അസിഡിക് ഫെർമെന്റേഷൻ എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ പാല് നമ്മൾ പുളിപ്പിച്ചിട്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കത്തില്ല. പാല് നമുക്കറിയാം തൈരാക്കിയിട്ട് അതിനകത്ത് നിന്ന് ബൈ പ്രോഡക്ട്സ് എടുക്കും. അതായത് ബട്ടർ മിൽക്ക്, അല്ലെങ്കിൽ ബട്ടർ, ഗീ, ക്രീം, അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിഡിക് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയൽ കൾച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ലാക്ടോബാസിലസും, ല്യൂക്കണോസ്റ്റോക്കും, ലാക്ടോകോക്കസും, സ്ട്രെപ്റ്റോകോക്കസും. ഓക്കെ, അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എ പറയുന്നത് എന്താ? ഫുഡ്സ് ഹൈ ഇൻ ഷുഗർ ആൻഡ് അതർ സൊല്യൂട്ട്സ് ഡ്രൈ മോർ സ്ലോലി. അതായത് ഷുഗറും സൊല്യൂട്ട്സും കണ്ടന്റും ഉള്ള സാധനങ്ങൾ വേഗം ഡ്രൈ ചെയ്യുന്നു. അത് ശരിയാണ്. ഓക്കെ, അടുത്തത് ആസ് ഡ്രൈ പ്രോഗ്രസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ വാട്ടർ ഇൻക്രീസസ് കോസിംഗ് ദ ഡ്രൈയിങ് റേറ്റ് സ്ലോ. അതായത് നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് മിക്സ്ചർ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്യുകയാണ്.
അപ്പൊ ഡ്രൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടും. ഓക്കെ, വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ആ ഡ്രൈയിങ് പ്രോസസ്സ് കുറഞ്ഞു വരും. കാര്യം വാട്ടർ കണ്ടന്റ് കുറവാണ്, ഇനി വാട്ടർ നഷ്ടപ്പെടാൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ ഡ്രൈയിങ് പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും. അത് കറക്റ്റ് ആണ്. അടുത്തത്, water that is most difficult to remove is that is chemically bound in the form of hydrates. അതായത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ കണ്ടന്റ് എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ഫോമിൽ ബൗണ്ട് ആയിട്ട് കാണപ്പെടുന്നത്. ഫ്രീ ആയിട്ടുള്ള വാട്ടർ എന്താണ്, പെട്ടെന്ന് അത് റിമൂവ് ആയി പൊക്കോളൂ. നേരെ ബൗണ്ട് ആയിട്ടുള്ള വാട്ടർ ഫോംസ്, ഹൈഡ്രേറ്റ്സ് ഫോമിൽ ബൗണ്ട് ആയിട്ടുള്ള വാട്ടർ ഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് റിമൂവ് ചെയ്യാൻ പാടായിരിക്കും. കാര്യം അത് ബൗണ്ട് ഫോമിലാണ്. അപ്പൊ അതും ശരിയാണ്. അടുത്ത എന്താ? ഡ്രൈയിങ് അറ്റ് ഹൈ പ്രഷർ ഒക്കേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതായത് ഹൈ പ്രഷറിലുള്ള ഡ്രൈയിങ് നടക്കുന്നത് ലോ ടെമ്പറേച്ചറിലാണെന്ന്. നമുക്കറിയാം ടെമ്പറേച്ചറും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പ്രഷറും കൂടി വരും. അപ്പം ഡ്രൈയിങ് അറ്റ് ഹൈ പ്രഷർ ഒക്കേഴ്സ് അറ്റ് ലോവർ ടെമ്പറേച്ചർ അല്ല, എത്രയാണ്? ഹയർ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചർ ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഈ ആൻസർ തെറ്റാണ്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരി? A, B, C, D. അതായത് 1, 2, 3. ഓക്കെ, ഇതിൽ 1, 2, 3, 4. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 2, 3. അതേതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ഫുഡ് പ്രോസസ്ഡ് യൂസിങ് ഹൈ പ്രഷർ ടെക്നോളജി, ഗാമ റേഡിയേഷൻ, ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസ് ആൻഡ് തെർമോസോണിക്കേഷൻ ആർ നോൺ ആസ്. അതായത് ഹൈ പ്രഷർ ടെക്നോളജിയും ഗാമ റേഡിയേഷനും ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസും തെർമോസോണിക്കേഷനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ്, ഇതൊക്കെ നമ്മൾ ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നമ്മുടെ സിലബസിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കുറെ ടെക്നിക്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, അപ്പൊ അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? A, മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്, B, UHT പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്, A, അസെപ്റ്റിക് പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്, D, ഓൾ ഓഫ് ദ എബോവ്. ഇവിടെ ആൻസർ മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് ആണ് കേട്ടോ. ഹൈ പ്രഷർ ടെക്നോളജിയും ഗാമ റേഡിയേഷനും ഹൈ ഇലക്ട്രിക് ഫീൽഡ് പൾസും തെർമോസോണിക്കേഷനും യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയാം. നമുക്ക് പേര് കേൾക്കുമ്പോൾ തോന്നും ഇതാണോ മിനിമലി പ്രോസസ്ഡ്, ഇതിനകത്ത് കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ഇതാണ് മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. UHT നമുക്കറിയാം. UHT എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ പാലിന്റെ ഒക്കെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്റ്ററൈസേഷനിലേക്ക് വരുന്നതാണ് UHT മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. ഹൈ ടെമ്പറേച്ചറിലേക്ക് പാല് ചൂടാക്കിയിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് റാപ്പിഡ്ലി കൂൾ ചെയ്യുന്നു. അപ്പം ഇത് തോനെ ഷെൽഫ് ലൈഫ് കൊടുക്കും പാലിന്. അപ്പൊ അത് ആ ഒരു മെത്തേഡാണ്. അസെപ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഒന്നും ഇല്ലാണ്ട് പ്രോസസ് ചെയ്യുന്ന ഫുഡ്സ്. അപ്പൊ അതൊന്നും അല്ല, ആൻസർ ഇവിടെ മിനിമലി പ്രോസസ്ഡ് ഫുഡ്സ് ആണ്. അടുത്തത്, ഫുഡ് ഐറ്റം ഷുഡ് ബി സബ്ജക്റ്റഡ് ടു മൈക്രോ ഫ്രീക്വൻസി സച്ച് ദാറ്റ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഡാഷ് ആൻഡ് ലോസ് ഫാക്ടർ ഈസ് ഡാഷ്. ഇത് നമ്മൾ ഫുഡ് പ്രോസസ്സിംഗിൽ വരുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഇവിടെ മിനിമം ആണ്. അതായത് ഫുഡ് ഐറ്റം ഷുഡ് ബി സബ്ജക്റ്റഡ് ടു മൈക്രോ ഫ്രീക്വൻസി സച്ച് ദാറ്റ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് മിനിമം ആൻഡ് ദ ലോസ് ഫാക്ടർ ഈസ് മിനിമം. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ ആൻസർ ഇതാണ്. ഇനി അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് ഡസ് അബ്സോർപ്ഷൻ ഓഫ് ഗാമ റേഡിയേഷൻ ടേക്സ് പ്ലേസ്. അതായത് ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ട്, കോംപ്ടൺ ഇഫക്റ്റ് ഉണ്ട്, പെയർ പ്രൊഡക്ഷൻ ഉണ്ട്, ഓൾ ഓഫ് ദ മെൻഷൻഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ മെൻഷൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം ഒരു കാര്യം പറയാം. ഈ ഗാമ റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു റേഡിയേഷൻ വിഭാഗമാണ് ഗാമ റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് എക്സൈറ്റഡ് അവസ്ഥയിലും, ന്യൂക്ലിയസ് എക്സൈറ്റഡ് അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് എന്താണ്? ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിന്റെ ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ പ്രസൻസിൽ എന്താണ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. കോംപ്ടൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതും ഒരുതരം സ്കാറ്ററിംഗ് ഓഫ് ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയും കേട്ടോ. ഇത് കോംപ്ടൺ ഇഫക്റ്റ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പെയർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിനകത്ത് ഒരു ന്യൂക്ലിയസ് അതായത് രണ്ടെണ്ണം ഒരേപോലെ രണ്ട് ആന്റഗണിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് എല്ലാം എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് ഗാമ റേഡിയേഷൻ ടേക്സ് പ്ലേസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ D ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത്, വിച്ച് among the following claims is prohibited? A, unsubstantiated claims, B, claims of veg or non-veg, C, claims of quality, D, none of the mentioned. അപ്പൊ ക്ലെയിംസ് താഴെ പറയുന്നതിൽ ഏത് ക്ലെയിം ആണ് പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ? ക്ലെയിം എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ നഷ്ടപരിഹാരം ഒക്കെ ആവശ്യപ്പെടത്തില്ല, അതാണ് ക്ലെയിം ചോദിക്കുക എന്ന് പറയാം അല്ലെ, ക്ലെയിം ചോദിക്കുക എന്ന് പറയാം. അപ്പൊ അത് ക്ലെയിം എന്ന് വെച്ചാൽ നഷ്ടപരിഹാരമാണ്. അപ്പൊ താഴെ പറയുന്നതിൽ ഏതിലാണ് ക്ലെയിം പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ആൻസർ വന്നിട്ട്
അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ക്ലെയിം ആണ് കേട്ടോ. അതായത് എ ആണ് ആൻസർ. അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം, ക്ലെയിം ഓഫ് ക്വാളിറ്റി അല്ലേ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ മോശം ക്വാളിറ്റി ഒരു സാധനമാണെങ്കിൽ നമുക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. അതല്ലെങ്കിൽ ഇപ്പം വെജ് നോൺ വെജ് സാധനങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്റെ ക്വാളിറ്റിയിലോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ആവശ്യപ്പെടാം. അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ക്ലെയിം എന്ന് വെച്ചാൽ നമ്മൾ ക്ലെയിം ആവശ്യപ്പെടുകയാണ്, പക്ഷെ നമുക്ക് വ്യക്തമായിട്ടൊരു പ്രൂഫ് ഇല്ല, പ്രൂഫ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ക്ലെയിം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ക്ലെയിമിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വന്നിട്ട് എ ആണ്. അടുത്തത് വാട്ട് ഈസ് ക്യാരി ഓവർ പ്രിൻസിപ്പിൾ. ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ക്യാരി ഓവർ പ്രിൻസിപ്പിളിന്റെ ഓപ്ഷൻ പറയാം. അഡിറ്റീവ്സ് ആഡഡ് ഇൻ ദ റോ മെറ്റീരിയൽസ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ ഫൈനൽ പ്രോഡക്ട്സ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ഫൈനൽ പ്രോഡക്റ്റിൽ പ്രസന്റ് ആവുന്നില്ല. അതാണോ ക്യാരി ഓവർ പ്രിൻസിപ്പിൾ? നമുക്ക് നോക്കാം. ബി എന്താ? ആന്റി ഓക്സിഡന്റ് ആഡഡ് ടു ഓയിൽ ഈസ് പ്രസന്റ് ഇൻ ഓൾ ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം ഇറ്റ്. അതായത് നമ്മൾ ഓയിൽസിലെ ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്യുമ്പോൾ അത് പിന്നീട് ആ ഓയിൽ ബേസ്ഡ് എന്ത് പ്രോഡക്റ്റ് ഉണ്ടായാലും ആ ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്തത് അതിനകത്തും കാണുമെന്ന്. ഓൾ ഓഫ് ദി അബോവ് രണ്ടും വരുന്നുണ്ട്, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം അല്ലെ. ക്യാരി ഓവർ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സാധനം അത് ആ ഒരു പ്രോപ്പർട്ടി ക്യാരി ഓവർ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഈ വെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് സ്പൈസസും അല്ലെങ്കിൽ കുറച്ച് കളറിങ് ഏജന്റും ഒക്കെ ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പം എന്താ പറയുന്നത്, കറിയിൽ യൂസ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ നമ്മളത് വേറെ എന്തെങ്കിലും ഒരു സാധനം മിക്സ് ചെയ്യാനോ അങ്ങനെ എന്തിനേലും ഒക്കെ യൂസ് ചെയ്തു. നമ്മൾ എന്തിനൊക്കെ ആ വെള്ളം എടുത്താലും ആ വെള്ളത്തിനകത്ത് ആ കളറിന്റെ പ്രോപ്പർട്ടിയും ആ സ്പൈസസിന്റെ ക്വാളിറ്റി, ആ ഒരു പ്രോപ്പർട്ടി അതിനകത്ത് കാണും. അതായത് ആ ഒരു ക്വാളിറ്റി എന്താണ്, അത് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുണ്ട്. ഇനി ആ വെള്ളം എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ എടുത്താലും ആ ക്വാളിറ്റി അവിടെ കാണും. അപ്പൊ അതാണ് ക്യാരി ഓവർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഫസ്റ്റ് പറയുന്നത്, അഡിറ്റീവ്സ് ആഡ് ഇൻ ദ റോ മെറ്റീരിയൽസ് ആർ നോട്ട് പ്രസന്റ് ആണ്. നോട്ട് പ്രസന്റ് ആണോ? അല്ല, പ്രസന്റ് ആണ്. അപ്പം അത് തെറ്റ്. അടുത്ത എന്താണ്, ആന്റി ഓക്സിഡന്റ് ആഡഡ് ടു ഓയിൽ ഈസ് പ്രസന്റ് ഇൻ ഓൾ ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് മെയ്ഡ് ഫ്രം ഇറ്റ്. അതായത് ഓയിൽസിനകത്ത് നമ്മൾ ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഈ റാൻസിഡിറ്റി ഓയിലിൽ കാറലൊക്കെ ഇല്ലാണ്ടാക്കാൻ, പിന്നെ ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആന്റി ഓക്സിഡൻസ് നമ്മൾ ഓയിലിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും, ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ വേറെ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിനകത്തെല്ലാം ഈ ആന്റി ഓക്സിഡന്റിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് അവിടെ ക്യാരി ഓവർ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ഓഫ് ഗ്രീൻ ടീ ഫ്രം ബ്ലാക്ക് ടീ ഇസ്. നമുക്ക് ഗ്രീൻ ടീ അറിയാം, ബ്ലാക്ക് ടീ അറിയാം അല്ലെ. ഇപ്പം കുറെ പേരൊക്കെ ഗ്രീൻ ടീ ഒക്കെ ഒരു ഹെൽത്തിന്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ടീ പിന്നെ പണ്ടേ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സാധനമാണ്. അപ്പം ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. എ, ദ ഓക്സിഡേഷൻ പ്രോസസ് ഈസ് ഒമിറ്റഡ്. ഓക്കെ, അപ്പൊ ഇതിൽ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഈ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേയില, ഇത് നമ്മുടെ ടീ ബിവറേജിന്റെ ഒക്കെ പോർഷനിൽ ടീ കോഫി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെയൊക്കെ പ്രോസസ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ഇതിന്റെ എൻസൈമാറ്റിക് ഓക്സിഡേഷൻ നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻസൈമാറ്റിക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇത് ബ്ലാക്ക് ടീ ആയിട്ട് മാറുന്നത്. പക്ഷെ ഗ്രീൻ ടീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെയിലായിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. കാര്യം അവിടെ ആ ഒരു എൻസൈമാറ്റിക് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല, അത് നമ്മൾ അവിടെ തടയുകയാണ്. തടയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓക്സിഡേഷൻ നടക്കാൻ അനുവദിക്കുന്നുമില്ല. പിന്നീട് ഇനി ഓക്സിഡേഷൻ എന്തെങ്കിലും എൻസൈമിന്റെ ആക്ഷൻസ് വരാണ്ടിരിക്കാനായിട്ട് ഇത് സ്റ്റീം ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ടീ ലീവ്സ്, അതായത് തേയിലയുടെ ലീവ്സിനെ. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എൻസൈമാറ്റിക് ഓക്സിഡേഷൻ നടക്കില്ല. അപ്പൊ അതാണ് ഗ്രീൻ ടീ ബ്ലാക്ക് ടീ തമ്മിൽ ഡിഫറൻസ്. അപ്പൊ ഗ്രീൻ ടീയിൽ എൻസൈമാറ്റിക് ഓക്സിഡേഷൻ നടക്കാത്തതാണ്. ഓക്കെ, ബ്ലാക്ക് ടീയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടീ ലീവ്സ് എൻസൈമാറ്റിക് ഓക്സിഡേഷൻ നടന്നതിന് ശേഷം ബ്ലാക്ക് ടീ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതാണ് ഡിഫറൻസ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓക്സിഡേഷൻ പ്രോസസ് ഈസ് ഒമിറ്റഡ്. അതെ, അത് കറക്റ്റ് ആണ്. ഓക്സിഡേഷൻ പ്രോസസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. ടീ ലീവ്സ് ആർ സ്റ്റീംഡ് ഇൻ എ പാൻ ബിഫോർ റോളിംഗ് ടു പ്രിവെന്റ് ഓക്സിഡേഷൻ ബൈ എൻസൈംസ്. അതായത് ഇത് റോൾ ചെയ്യുന്നതിന് മുന്നേ ഈ ടീ ലീവ്സ് സ്റ്റീം ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീയുടെ കാര്യമാണ് പറയുന്നത്. ടു പ്രിവെന്റ് ഓക്സിഡേഷൻ ബൈ എൻസൈംസ്, അതും ശരിയാണ്, അതും ചെയ്യുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓക്സിഡേഷൻ പ്രോസസ് ഈസ് ഒമിറ്റഡ് ആൻഡ് ടീ ലീവ്സ് ആർ സ്റ്റീംഡ് ഇൻ എ പാൻ ബിഫോർ ബീങ് റോൾഡ് ടു പ്രിവെന്റ് ഓക്സിഡേഷൻ ബൈ എൻസൈംസ്. അതായത് രണ്ടും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? സി ആണ്. അതായത് ഓക്സിഡേഷൻ പ്രോസസ് ഒമിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതിനെ എന്താണ്, സ്റ്റീം ചെയ്യുന്നുണ്ട്. അതായത് ഇനി ഫർദർ ഓക്സിഡേഷൻ ബൈ എൻസൈംസ് നടക്കാണ്ടിരിക്കാനായിട്ട്. അപ്പൊ ആൻസർ ഇവിടെ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, when a deviation from critical limit happens, what should be done?
അതായത് ക്രിട്ടിക്കൽ ലിമിറ്റ് എന്താണെന്ന് പറയാം. അതായത് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം വാല്യൂ, അതിന് താഴോട്ട് പോയാലും മുകളിലോട്ട് പോയാലും എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫുഡ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഹസാഡസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ ഹസാഡസ് ആയിട്ട് മാറാതിരിക്കാനുള്ള ഒരു പോയിന്റിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ലിമിറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നി അത് മിനിമം ക്രിട്ടിക്കൽ ലിമിറ്റിന്റെ താഴേക്ക് പോയി അല്ലെങ്കിൽ മാക്സിമത്തിന്റെ മുകളിലേക്ക് പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എ, ഡോക്യുമെന്റേഷൻ ഓഫ് കറക്റ്റീവ് ആക്ഷൻസ്. എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, കറക്റ്റ് ആണ്. പിന്നെ സ്റ്റോപ്പ് ദ ലൈൻ ആൻഡ് ഇൻഫോം ദ സൂപ്പർവൈസർ. ഓക്കെ, ഇപ്പോൾ ഉള്ള പരിപാടി നിർത്തി വെക്കുക, സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്യുക, അതും കറക്റ്റ് ആണ്. റീഅസസ് ദ HACCP പ്ലാൻ. ഓക്കെ, അപ്പൊ HACCP പ്ലാൻ റീഅസസ് ചെയ്യുക, അതൊന്നുകൂടെ നോക്കുക. നമ്മുടെ ഈ ക്രിട്ടിക്കൽ കൺട്രോൾ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്, പ്ലാൻ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അപ്പം അത് നമ്മൾ റീഅസസ് ചെയ്യുക, അതും കറക്റ്റ് ആണ്. അപ്പം ഓൾ ഓഫ് ദ എബവ്, ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് പാക്കേജിങ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഫ്രൂട്ട്സ്. അതായത് ഫ്രൂട്ട്സിനെ പാക്കേജ് ചെയ്യാനായിട്ട് ഏതാണ് അപ്രോപ്രിയേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? എ, എത്തിലീൻ അബ്സോർബർ, ബി, ഓക്സിജൻ അബ്സോർബർ, സി, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബർ, ഡി, നൈട്രജൻ പ്രൊഡ്യൂസിങ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എ ആണ്, എത്തിലീൻ അബ്സോർബേഴ്സ് ആണ്. കാര്യം നമുക്കറിയാം എത്തിലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് റൈപ്പണിങ്ങിന് സഹായിക്കുന്ന ഒരു ഗ്യാസ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഫ്രൂട്ട്സ് പഴുക്കുന്ന സമയത്ത് ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, എത്തിലീൻ അബ്സോർബർ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അത് കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും, അത് കൊണ്ടുവന്ന് നമ്മൾ വെക്കുമ്പോൾ ഇത് ഈ എത്തിലീനെ വലിച്ചെടുക്കും, പിന്നെ ഫ്രൂട്ട്സ് പഴുക്കുവോ? ഇല്ല. അപ്പൊ ഫ്രൂട്ട്സിനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു മാർഗം ഈ എത്തിലീൻ അബ്സോർബറിനെ കൂടെ വെക്കുക എന്നുള്ളതാണ്. ഈ ഓക്സിജൻ അബ്സോർബറും സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം എന്ത് സാധനവും ഡീകേ നടക്കണമെങ്കിൽ നമുക്ക് ഓക്സിജന്റെ പ്രസൻസ് വേണം. അപ്പൊ ഈ ഓക്സിജനെ അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡീകമ്പോസിഷൻ നടക്കത്തില്ല. അപ്പം അതല്ല, പക്ഷെ ഇവിടുത്തെ ആൻസർ ഇവിടെ എത്തിലീൻ അബ്സോർബർ ആണ്. കാര്യം ഫ്രൂട്ട്സ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫ്രൂട്ട്സിന്റെ എത്തിലീനെ അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് എന്ത് ചെയ്യും? കുറച്ച് നാള് അത് കേടുകൂടാണ്ടിരിക്കും. അപ്പം അതാണ് എ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഡെത്ത് ടൈം കർവ് മെത്തേഡ് ടു സ്റ്റെറിലൈസ് കാൻഡ് ഫുഡ്. ഈ ഡെത്ത് ടൈം കർവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ മൈക്രോ ബാക്ടീരിയ, ഇപ്പം നമുക്കറിയാം കാൻഡ് ഫുഡ് അല്ലേ, അതായത് ഈ ടിന്നിലൊക്കെ ഇപ്പൊ ട്യൂണ, ബ്രൈൻ സൊല്യൂഷനിലൊക്കെ നമ്മുടെ ഈ നോൺ വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. അപ്പൊ ഇതൊക്കെ മൈക്രോബിയൽ ആക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവരും. അപ്പം ഇങ്ങനെ കേടാവാണ്ടിരിക്കാനായിട്ട് മൈക്രോബ്സിനെയൊക്കെ കില്ല് ചെയ്യും, നമ്മൾ നശിപ്പിച്ചിട്ടായിരിക്കും നമ്മളത് ഈ കാനിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഡെത്ത് ടൈം കർവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറും അതുപോലെയൊക്കെ ടൈമും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വരയ്ക്കുന്ന ഒരു കർവാണ്. അപ്പം ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് ട്രൂ എന്നാണ് പറഞ്ഞത്? ഡെത്ത് ടൈം കർവ് മെത്തേഡ് ടു സ്റ്റെറിലൈസ് കാൻഡ് ഫുഡ് വെച്ചിട്ട് എന്തൊക്കെയാണ് താഴെ പറഞ്ഞത് ട്രൂ ആയിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ടെൽസ് അറ്റ് ദ ടൈം ആൻഡ് ടെമ്പറേച്ചർ ടു സ്റ്റെറിലൈസ് കാൻഡ് ഫുഡ്. അതെ, കാൻഡ് ഫുഡിന് എത്ര സമയം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, അതിലൊക്കെ എത്ര ടെമ്പറേച്ചറിൽ സ്റ്റെറിലൈസ് ചെയ്യണം. കാര്യം ഏത് ബാക്ടീരിയ ആണ് കൂടുതൽ പ്രോൺ ആയിട്ടുള്ളത്, അപ്പൊ ആ ബാക്ടീരിയ കില്ല് ചെയ്യുന്നതിന് മുകളിലുള്ള ടെമ്പറേച്ചർ വെച്ചിട്ട് വേണമല്ലോ നമ്മളത് സെറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഏത് ടെമ്പറേച്ചറും എത്ര ടൈമും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ഹീറ്റ് പെനിട്രേഷൻ ഓഫ് ദ കണ്ടെയ്നർ അല്ലെ, ഓരോ കണ്ടെയ്നറും നമ്മൾ ക്യാൻ ചെയ്യുന്ന കണ്ടെയ്നർ പലതും പല മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പം. അപ്പൊ ആ കണ്ടെയ്നറിന്റെ ഹീറ്റ് പെനട്രേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കും. അതേപോലെയൊക്കെ ഹീറ്റ് കണ്ടക്ടിവിറ്റിയെ കുറിച്ചും പറഞ്ഞുതരാം. അപ്പൊ ഇതെല്ലാം വരും. ഓൾ ഓഫ് ദ എബവ് ആണ് ഈ ഡെത്ത് ടൈം കർവ് നമുക്ക് സ്റ്റെറിലൈസ് കാൻഡ് ഫുഡിനെ കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരും. ഓക്കെ, അടുത്തത് വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് എനർജി എഫിഷ്യന്റ് ഫോർ മേക്കിംഗ് ഗീ. ഓക്കെ, ഫസ്റ്റ് എ ദേശി മെത്തേഡ്, സി ക്രീമറി ബട്ടർ മെത്തേഡ്, ഡി ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ഡി പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ്. അപ്പൊ ഇത് ഡയറി പ്രൊഡക്ട്സിൽ വരുന്ന ഗീ മേക്കിങ്ങിൽ ഈ മെത്തേഡ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ വന്നിട്ട് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡാണ് ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ദേശീയ മെത്തേഡ് അല്ലെങ്കിൽ ദേശീയ മെത്തേഡ് എന്നൊക്കെ വെച്ചാൽ നമുക്ക് അറിയാം എന്താണ്, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ യൂഷ്വലി ബട്ടർ ഒക്കെ എടുത്തിട്ടുണ്ടാക്കുന്ന മെത്തേഡ്. ക്രീമറി ബട്ടർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ക്രീമിൽ നിന്ന് ബട്ടർ ആക്കിയിട്ട് പിന്നെ ഉണ്ടാക്കുന്നു. ഡയറക്റ്റ് ക്രീം യൂസ് ചെയ്തിട്ട് നമ്മൾ ഗീ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ മോസ്റ്റ് എനർജി എഫിഷ്യന്റ് ആയിട്ടും ഫോർ മേക്കിംഗ് ഗീ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടാക്കുന്ന മോസ്റ്റ് എനർജി എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അടുത്തത് വാട്ട് വിൽ ബി ദ ഓവർ റൺ ഈ 400 ലിറ്റർ ഓഫ് മിക്സ് പ്രൊഡ്യൂസ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം. അതായത് 400 ലിറ്റർ മിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ 740 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കുന്നു.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓവർ റൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓവർ റൺ എന്താണ്, ഓവർ റൺ എന്താണെന്ന് നമുക്കറിയണം. ഓവർ റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ മിൽക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം മിക്സ് നമ്മൾ ഫ്രീസ് ചെയ്ത് ഐസ്ക്രീം ആക്കുന്ന സമയത്ത് ഇതിനകത്ത് എയർ കണ്ടന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്രീസിംഗ് സമയത്ത് എയർ കണ്ടന്റ് കയറുന്നതിനെയാണ് നമ്മൾ ഓവർ റൺ എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഓവർ റൺ എന്ന് വെച്ചാൽ 100% എന്ന് പറയുന്നത്. അതായത് നമ്മൾ 50 പാർട്ട് മിക്സ് എടുത്തിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓവർ റൺ 15 എയറും കൂടി ചേർത്തിട്ട് നമുക്ക് എത്ര കിട്ടും? ഒരു 100 പാർട്ട് നമുക്ക് എന്ത് കിട്ടും? ഐസ്ക്രീം കിട്ടും. ഈ ഐസ്ക്രീമിൽ 50 മിക്സും 50 എയറും ആയിരിക്കും. അപ്പൊ ഈ 50 എയർ ആണ് ഇവിടുത്തെ ഓവർ റൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 50 ഈക്വൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100% ആണ് ഓവർ റൺ. അപ്പൊ യൂഷ്വലി ഐസ്ക്രീമിനകത്ത് 100% ആണ് ഓവർ റൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 400 ലിറ്റർ മിക്സ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം ആക്കുമ്പോൾ ഇവിടുത്തെ ഓവർ റൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം 400 ലിറ്റർ ആണ് മിക്സ് അല്ലെ, 400 ലിറ്റർ ആണ് ഇവിടുത്തെ മിക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓവർ റൺ അഡീഷണൽ, അതായത് ഐസ്ക്രീം ആക്കിയപ്പോൾ അത് 740 ആയിട്ട് മാറി. അതായത് 400 മിക്സിന്റെ കൂടെ 340, എത്രയും കൂടെ അധികം വന്നു? 340 എയറും കൂടെ അധികം വന്നു അല്ലെ. 340 എയറും കൂടെ വന്നപ്പോഴാണ് അത് 740 ലിറ്റർ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ അവിടെ 340 ആണ് ഇവിടുത്തെ ഓവർ റൺ. അപ്പൊ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ 340 ബൈ ഐസ്ക്രീം മിക്സ് എത്രയാണ്? 400 ഇൻറ്റു 100 ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് 0 വെട്ടിപ്പോയി. 340 4 എത്രയാണ്? 8 4 32, 20 5, 85% ഇവിടുത്തെ ഓവർ റൺ. ഓക്കെ, അപ്പം ഓവർ റൺ എത്രയാണ്? 400 ലിറ്റർ മിക്സ് 740 ലിറ്റർ ഓഫ് ഐസ്ക്രീം ആക്കിയപ്പോൾ നമുക്ക് 85% ഓവർ റൺ കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ. അത് ഇനിയും വാല്യൂസ് മാറിയിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓവർ റൺ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മേജർ ഡിഫക്ട് ദാറ്റ് ഒക്കേഴ്സ് ഇൻ UHT മിൽക്ക് ഡ്യൂറിങ് സ്റ്റോറേജ്? ഓക്കെ, അപ്പൊ UHT മിൽക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. മിൽക്കിനെ നമ്മൾ എന്താണ്, നമ്മുടെ പാസ്ചറൈസേഷൻ പോലത്തെ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ് ഈ UHT മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പാലൊരു 135-138 ഡിഗ്രി സെൽഷ്യസിൽ 130 അബവ് നമ്മൾ ചൂടാക്കിയിട്ട് അത് പതുക്കെ ചൂടാക്കി ആ ഒരു ടെമ്പറേച്ചർ എടുത്തിട്ട് കുറച്ച് സമയം, അതായത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് റാപ്പിഡ്ലി കൂൾ ചെയ്യുന്നു. ഓക്കെ, റാപ്പിഡ്ലി കൂൾ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ടിന്നിലാക്കും. അപ്പൊ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ കാർട്ടനകത്ത് പാല് കിട്ടും. അതായത് ഗുഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കാർട്ടനകത്ത് ഇങ്ങനെ ബോക്സിനകത്ത് പാല് കിട്ടും. അപ്പൊ ഇതിനകത്ത് UHT പാൽ മിൽക്ക് എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ UHT പാസ്ചറൈസ്ഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന് ഷെൽഫ് ലൈഫ് ലോങ് ആയിരിക്കും. നമ്മൾ സാധാരണ ഇപ്പൊ ഒരു കവർ മിൽമയുടെ ഒക്കെ പാല് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, വെളിയിൽ ഒരു 2 ചിലപ്പോൾ ഒരു 3-4 ദിവസം ഇരിക്കും മാക്സിമം. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് പൊട്ടിച്ചില്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 30 to 60 days ഒക്കെ ഇരിക്കും. ഓക്കെ, 30 ആണോ 60 ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 2 മാസം വരെയൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് മാറണം. എന്നാൽ പോലും ഈ UHT മിൽക്കിലും ചിലപ്പം ചില ഡിഫക്ട്സ് സംഭവിക്കാം. അത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഡാർക്കനിങ് ഓഫ് കളർ, ഏജ് ഡിലേഷൻ, കുക്ക്ഡ് ഫ്ലേവർ, ആബ്സെൻസ് ഓഫ് ബെനിഫിഷ്യൽ ബാക്ടീരിയ. ഇവിടുത്തെ മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏജ് ഡിലേഷൻ ആണ് കേട്ടോ. ഏജ് ഡിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാല് കുറച്ച് ദിവസമൊക്കെ എടുക്കാണ്ടിരുന്നിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു കേർഡ്ലിങ് പോലെ വരും, ഇങ്ങനെ പിരിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിന്റെ ലംബ് പോലെ ഫോം ചെയ്യും. അപ്പൊ ഇതിനകത്തുള്ള ഒരുതരം ബാക്ടീരിയോലൈറ്റിക്, അതായത് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയൽ എൻസൈംസിന്റെ പ്രസൻസ് കാരണമാണ് ഈ ഏജ് ഡിലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? ബി ആണ്, ഏജ് ഡിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ ഡിഫക്ട് ദാറ്റ് ഒക്കേഴ്സ് ഇൻ UHT മിൽക്ക് ഡ്യൂറിങ് സ്റ്റോറേജ്. അടുത്ത എന്താണ്? ഡ്യൂറിങ് ചെഡാർ ചീസ് മാനുഫാക്ചർ റെന്നെ സ്പ്ലിറ്റ് ദ കപ്പ കസീൻ അറ്റ് ദ ജംഗ്ഷൻ. കേട്ടോ, റെന്നെ എന്നൊക്കെ പറയാം. അപ്പം എന്താണ്? എ ഫിനൈൽ അലാനിൻ ഹിസ്റ്റിഡിൻ, ബി മെത്തിയോണൈൻ ലൈസിൻ. ഇത് ജംഗ്ഷൻ ആണ്, ഇതിന്റെ രണ്ടിന്റെ ജംഗ്ഷനിൽ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹിസ്റ്റിഡിൻ ലൈസിൻ, ഫിനൈൽ അലാനിൻ, മെത്തിയോണൈൻ. ഓക്കെ, അപ്പം ഈ ചീസ് മാനുഫാക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ റെന്നെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ റൂമിനസ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടല്ലോ. റൂമിനസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ അയവെട്ടുന്ന മൃഗങ്ങൾ അല്ലെ, അയവെട്ടുന്ന പശു പോലത്തേക്ക് അയവെട്ടുന്ന, അല്ലെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മളെ ബബിൾക്കം കഴിച്ചിരിക്കുന്നതൊക്കെ എന്ന് ചവച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനാണ് നമ്മൾ അയവെട്ടുക എന്ന് പറയുന്നത്. അപ്പം ഈ അയവെട്ടുന്ന സമയത്ത് ഇതിന്റെ എന്താ സ്റ്റൊമക്കിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് റെന്നെ. അപ്പൊ ഈ റെന്നയിൽ ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് കൈമോസിൻ. അപ്പൊ ഈ റെന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ചീസ് മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ റെന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യും, അതായത് ചീസ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ റെന്നെ നമ്മുടെ കപ്പ കസീൻ എന്ന് പറയുന്നത് എന്താണ്? കസീൻ നമുക്കറിയാം, കസീനും വേയും ഒക്കെ മിൽക്കിലുള്ള പ്രോട്ടീൻസ് ആണ്. അപ്പം ഈ കപ്പ കസീൻ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. അപ്പം ഈ മിൽക്കിന്റെ പ്രോട്ടീനിൽ അത് ഏത് ജംഗ്ഷനിലാണ് സ്പ്ലിറ്റിംഗ് നടത്തുന്നതെന്നാണ് പറയുന്നത്, ചീസ് ഫോർമേഷന്റെ ഭാഗമായിട്ട്. ഇവിടുത്തെ ആൻസർ ഫിനൈൽ അലാനിൻ മെത്തിയോണൈൻ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി.
അടുത്തത് UHT പ്രോസസ്ഡ് മിൽക്ക് ഈസ് അസെപ്റ്റിക്കലി പാക്കേജ്. അപ്പൊ അസെപ്റ്റിക്കൽ പാക്കേജ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് ഇല്ലാണ്ട് നമ്മൾ പാക്കേജ് ചെയ്തതിനാണ് പറയുന്നത്. അപ്പം ഇത് അസെപ്റ്റിക്കലി പാക്ക്. അപ്പൊ UHT പ്രോസസ്സ് ഏത് ടെമ്പറേച്ചറിൽ നടക്കുന്നില്ല, അത് 130 above ആണ്. ഇത് പാക്കേജ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? 5 ഉണ്ട്, B10 ഉണ്ട്, C20 ഉണ്ട്, D40 ഉണ്ട്. ഇവിടുത്തെ ആൻസർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. 20 ഡിഗ്രി സെൽഷ്യസിലാണ് UHT പ്രോസസ്ഡ് മിൽക്ക് അസെപ്റ്റിക്കലി പാക്കേജ് ചെയ്യുന്ന ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് ദ യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ ഈസ് ബൈ യൂസിങ് captive bolt pistol, B electrical stunning, C carbon dioxide anesthesia, D none of the above. ഓക്കെ, അപ്പം ഈ സ്റ്റണ്ണിങ് കാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽസിനെയൊക്കെ സ്ലോട്ടർ ചെയ്യുമല്ലോ, നമ്മൾ അറക്കുമല്ലോ. അറക്കുന്ന സമയത്ത് ഈ കാറ്റിൽസിനെയൊക്കെ നമ്മൾ സ്റ്റണ്ണ് ചെയ്യും. സ്റ്റണ്ണ് ചെയ്യുന്ന വെച്ചാൽ ഇവരെ കുറച്ചു നേരത്തേക്ക് നമ്മളിങ്ങനെ അനക്കാതെ നിർത്തും, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആക്കിയിട്ട് നിർത്തും. അപ്പൊ നമ്മുടെ 5-ാം പാതിര സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിനകത്ത് എന്താണ്, നമ്മുടെ ആ വിക്ടിംസിനെയൊക്കെ പോലീസുകാരൊക്കെ എങ്ങനെയാണ് ആദ്യം ഒരു മെഡിസിന്റെ ഇഫക്റ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു സാധനം കാണിച്ചിട്ട് പേടിപ്പിക്കും, ഇവരിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയാണ് അൺകോൺഷ്യസ്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് കാറ്റിൽസിനെ അറക്കുന്നതിന് മുന്നേ ഇവർ പരിഭ്രാന്തരാവുകയോ അല്ലെങ്കിൽ അവർക്ക് ആ പെയിൻ ഒക്കെ അറിയാണ്ടിരിക്കാനായിട്ട് ഇവരെ സ്റ്റൺ ചെയ്യും. ഇവർ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആക്കി നിർത്തും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് യൂഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ ഉണ്ട്, ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് അനസ്തേഷ്യ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ സ്റ്റണ്ണിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ എന്ന് വെച്ചാൽ ഇതൊരു പിസ്റ്റൾ പോലത്തെ സാധനം, ഒരു നമ്മുടെ തോക്ക് പോലത്തെ സാധനം. അപ്പൊ ഇത് വെച്ചിട്ട് ഈ ബ്രെയിനിൽ, അതായത് നമ്മുടെ ഹെഡിനെ പോയിന്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ട്രിഗർ വലിക്കുന്ന സമയത്ത് ഒരു എയർ കാർട്രിഡ്ജ് ചെന്നിട്ട് ഇതിന്റെ ബ്രെയിനിനകത്തേക്ക് കയറി ചെന്നിട്ടാണ് ഇത് എന്താ പറയാ അനിമൽ അപ്പം തന്നെ കില്ല് ചെയ്യും, അൺകോൺഷ്യസ് ആയിട്ട് മാറും. അതായത് കൂടുതൽ ബഹളമോ ഒന്നും കാണിക്കാതെ അപ്പം തന്നെ അത് ചാവും. ഓക്കെ, പിന്നീടാണ് അതിനെ സ്ലോട്ടർ ചെയ്യുന്നത്, അറക്കുന്നത്. അപ്പം ഇതാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റലാണ് യൂഷ്വൽ മെത്തേഡ് ഓഫ് സ്റ്റണ്ണിങ് കാറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് വൈറ്റമിൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ എഗ്? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. വൈറ്റമിൻ എ ഉണ്ട്, ബി വൈറ്റമിൻ ബി ഉണ്ട്, സി വൈറ്റമിൻ സി, ഡി വൈറ്റമിൻ ഡി ഉണ്ട്. ഇവിടെ ഏതാണ്? വൈറ്റമിൻ സി ആണ് അല്ലെ. വൈറ്റമിൻ സി ആണ് നമ്മുടെ എഗ്ഗിൽ ഇല്ലാത്ത വൈറ്റമിൻ. ബാക്കി എയും ബിയും ഡിയും വൈറ്റമിൻസ് എല്ലാം നമ്മുടെ എഗ്ഗിനകത്തുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഓപ്ഷൻസ് എ ടീനിയാസിസ്, ബി ടോക്സോപ്ലാസ്മോസിസ്, സി സാർക്കോസിസ്റ്റിസ്, ഡി സാൽമണല്ലോസിസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇതെല്ലാം മീറ്റ് ബോൺ അസുഖങ്ങളാണ്. അതായത് മീറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് അൺകുക്ഡ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന അസുഖങ്ങളാണ്. ടീനിയാസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം 2 എണ്ണം ഉണ്ട്. ഈ ബീഫിന്റെ കഴിച്ചിട്ട് ടീനിയ സജിനേറ്റ്, പോർക്കിൻ്റെത് കഴിച്ചിട്ട് ടീനിയ സോളിയം എന്ന് പറയും, ടീനിയ സോളിയം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ടീനിയാസിസ് ആണ്. അപ്പൊ ടീനിയാസിസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പാരസൈറ്റ് ആണ്. ഓക്കെ, പാരസൈറ്റ്സ് ഉണ്ടാക്കുന്നതാണ് ടീനിയാസിസ്. ടോക്സോപ്ലാസ്മോസിസും അതും ഒരു പാരസിറ്റിക്, മീറ്റിലൂടെ തന്നെ ഉണ്ടാവുന്നതാണ്. പാരസിറ്റിക് ഇൻഫെക്ഷൻ ആണ് ടോക്സോപ്ലാസ്മോസിസ് ഗോണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ സാർക്കോസിസ്റ്റിസും അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഇവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? സാൽമണല്ലോസിസ് ആണ്. സാൽമണല്ലോസിസ്, ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് എ ക്യൂർഡ് മീറ്റ് പ്രോഡക്റ്റ്. എന്തൊക്കെയുണ്ട് ഓപ്ഷൻസ്? എ സോസേജ്, ബി ബേക്കൺ, സി കീമ, ഡി കട്ട്ലറ്റ്. ഇവിടുത്തെ ആൻസർ ബേക്കൺ ആണ് കേട്ടോ. ഇവിടെ ക്യൂർഡ് മീറ്റ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മീറ്റിനെ സ്മോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രൈൻ സോൾട്ട് സൊല്യൂഷനിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഉണക്കിയിട്ട് അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന മീറ്റ് പ്രോഡക്റ്റ് ആണ് ഈ ബേക്കൺ എന്ന് പറഞ്ഞാൽ അല്ലെ. പിന്നെ മറ്റേ കീമ അറിയാതെ ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടുള്ള ഇങ്ങനെ മിൻസ്ഡ് മീറ്റ് ആണ് കീമ. കട്ട്ലറ്റ് അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള. ക്യൂർഡ് മീറ്റ് യൂസ് ചെയ്യുന്നത് ബേക്കൺ മാത്രമാണ് കേട്ടോ. ബേക്കൺ, ബി ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ്. അതായത് എഗ്ഗിന്റെ പ്രിസർവേഷന് യൂസ് ചെയ്യുന്ന സോഡിയം സിലിക്കേറ്റ് യൂസ് ചെയ്തിട്ട് എഗ്ഗിന്റെ പ്രിസർവേഷൻ നടത്തുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. തെർമൽ പ്രോസസ്സിംഗ്, വാട്ടർ ഗ്ലാസ് മെത്തേഡ്, ലൈൻ സീലിംഗ്, ഓയിൽ കോട്ടിംഗ്. അതായത് നമ്മുടെ സോഡിയം സിലിക്കേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ ഗ്ലാസ് എന്ന് പറയും. കാര്യം ഈ സാധനം സോലുബിൾ ഇൻ വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ എഗ് പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? വാട്ടർ ഗ്ലാസ് മെത്തേഡ് ആണ്. സോഡിയം സിലിക്കേറ്റ് വാട്ടർ ഗ്ലാസ് മെത്തേഡ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് The certified copies may be produced in proof of the contents of which document? താഴെ പറയുന്നതിൽ ഏത് ഡോക്യുമെന്റിന്റെ സർട്ടിഫൈഡ് കോപ്പീസ് ആണ് നമ്മൾ പ്രൂഫ് ആയിട്ട് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഡോക്യുമെന്റ്സ്. എല്ലാ ഡോക്യുമെന്റ്സിനും കൊടുക്കണോ? വേണ്ട. പ്രൈവറ്റ് ഡോക്യുമെന്റ്സിന് വേണോ? വേണ്ട. പബ്ലിക് ഡോക്യുമെന്റ്സിന് വേണോ? വേണം. പബ്ലിക് ഡോക്യുമെന്റ്സിനാണ് സർട്ടിഫൈഡ് കോപ്പീസ് നമ്മൾ പ്രൂഫ് ആയിട്ട് കൊടുക്കേണ്ടത്.
ഓക്കെ. പിന്നെ അടുത്തത് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, അതുമല്ല. അപ്പം സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ദ കൺസ്യൂമർ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 ഈസ് ദ എന്താണെന്നാണ് പറയുന്നത്. കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താണ്? ഉപഭോക്താവ് എന്ന് പറയാം അല്ലെ. അത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ആരെയാണ് ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പേഴ്സൺ ഹു കൺസ്യൂംസ് ഫുഡ്, പേഴ്സൺ ആൻഡ് ഫാമിലി ഹു കൺസ്യൂം ഫുഡ്, പേഴ്സൺ ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ദ ഫുഡ്, ഡി പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസസ് ആൻഡ് റിസീവ്സ് ദ ഫുഡ്. ഓക്കെ. അപ്പം പേഴ്സൺ ഒരാളാണോ? അല്ല. ഒരാളും അയാളുടെ ഫാമിലി മാത്രമാണോ? അല്ല. പിന്നെന്താണ്? പർച്ചേസും റിസീവും ചെയ്യുന്ന ആളാണോ? അല്ല. പിന്നെ പേഴ്സൺ ആൻഡ് ഫാമിലീസ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഒരു വലിയൊരു കാറ്റഗറി വരുന്നുണ്ട് അല്ലെ. പേഴ്സൺ ആൻഡ് ഫാമിലീസ് ഹു പർച്ചേസ് ആൻഡ് റിസീവ്സ് ഫുഡ് ആണ് ഇവിടുത്തെ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ദ ഹെഡ് ഓഫീസ് ഓഫ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ് അറ്റ് എ മുംബൈ, ബി ഡൽഹി, സി കൽക്കട്ട, ഡി കൊച്ചി. ആൻസർ ഡൽഹി ആണ് കേട്ടോ. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. അടുത്തത് ദ എനാക്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 റിസൾട്ടഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് വിച്ച് പ്രൊവിഷൻ അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം എന്താണ് പുതിയതായിട്ട് കൊണ്ടുവന്ന സെക്ഷന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ആൻസർ എന്താണ്? എ ആണ് കേട്ടോ. സെക്ഷൻ 65A ആണ്. കാര്യം ഇതിനകത്ത് ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ മൂലമുള്ള തെളിവുകൾ അത് തെളിവായിട്ട് സ്വീകരിക്കാം എന്ന് പറയുന്നത് സെക്ഷൻ 65A ആണ് കേട്ടോ. 65A. 64Aയിൽ എന്താണ് പറയുന്നത്? 64Aയിൽ എന്താണ് പറയുന്നത്? പ്രൈമറി എവിഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ. അതായത് പ്രാഥമിക തെളിവുകളെ കുറിച്ച്. 63A എന്താണ് പറയുന്നത്? ഫോട്ടോഗ്രാഫ് ഓഫ് ഒറിജിനൽ സെക്കൻഡറി എവിഡൻസ്. അതായത് ഒറിജിനലിന്റെ ഫോട്ടോഗ്രാഫിനെ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. സെക്കൻഡറി എവിഡൻസിനെ കുറിച്ചാണ് 63Aയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000 പ്രകാരം എന്ത് കൊണ്ടുവന്നു? ഏത് പ്രൊവിഷനാണ് വന്നത്? 65A ആണ്. സെക്ഷൻ 65A. അതായത് ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ അത് ഒരു തെളിവായിട്ട് പ്രൂഫായിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്തത് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ഫുഡ് ബിസിനസ്, ഡ്രോയിങ് ആൻഡ് സെൻഡിങ് സാമ്പിൾസ് ഫോർ ഫുഡ് അനാലിസിസ് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഓക്കെ. അപ്പം ഫുഡ് ബിസിനസ്സുകൾ ഇൻസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ സാമ്പിൾ എടുക്കുക, സാമ്പിൾ സെൻഡ് ചെയ്യുക, ഇതൊക്കെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്തൊക്കെയുണ്ട്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ഫുഡ് അനലിസ്റ്റ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കേട്ടോ. ഇവിടുത്തെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമുക്കൊക്കെ അതായത് നിങ്ങൾ കാണുന്നവർക്കൊക്കെ എന്താണ് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ജോലിയാണ് എന്ത്? ഇൻസ്പെക്ഷൻ ഓഫ് ഫുഡ് ബിസിനസ്, ഡ്രോയിങ് ആൻഡ് സെൻഡിങ് സാമ്പിൾസ് ഫോർ ഫുഡ് അനാലിസിസ് അണ്ടർ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഓക്കെ. പിന്നെ ഫുഡ് അനലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫുഡിനകത്തുള്ള സാധനങ്ങൾ, കെമിക്കൽ കമ്പോസ്റ്റ്, ന്യൂട്രിയൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സീരീസ് ഓഫ് ആളുകളുണ്ട്. അപ്പൊ അതിനകത്ത് മുകളിൽ വരുന്നതാണ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാറ്റിൽസിന്റെ ഒക്കെ അതിന്റെയൊക്കെ കണക്കുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. അപ്പൊ ഇവിടെ ആൻസർ സി ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The accused can file written statements under section 233 CRPC. CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ് കേട്ടോ. CRPC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡാണ്. ഓക്കെ. അപ്പം 233 സെക്ഷൻ 233 പ്രകാരം പറയുന്നത് അതായത് അക്യൂസ്ഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് അയാൾക്ക് ഡിഫൻസിന് വേണ്ടിയിട്ട് അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത് സെക്ഷൻ 250 CRPC empowers the magistrate to discharge an accused in a warrant case instituted otherwise than on a police report. മൂന്നാമത് in a summary trial under section 235 CRPC the maximum period of imprisonment that can be imposed is 2 years. The bail bond D പറയുന്നത് the bail bond executed for the appearance before the higher court under section 437 CRPC shall be 5 years. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. Accused can file written statements under section 233 CRPC in support of his defense. ഓക്കെ. ഇവിടെ ഈ ഒരു സെക്ഷൻ 250 CRPCയിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 250 CRPC. ഓക്കെ. അതിലൊക്കെ എംപവറിംഗ് മജിസ്ട്രേറ്റ് ടു ഡിസ്ചാർജ് ആൻഡ് അക്യൂസ്ഡ് ഇൻ എ വാറന്റ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതർവൈസ് താനാണ് പോലീസ് റിപ്പോർട്ട്. അതായത് പോലീസ് റിപ്പോർട്ടിന്റെ ബേസിൽ അല്ലാണ്ട് ഒരു വാറന്റ് കേസ് അല്ലെങ്കിൽ വാറന്റ്
കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആ സെക്ഷൻ 245 ഒന്നാണ് കേട്ടോ. 250 എന്ന് പറയുമ്പോൾ കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നതാണ്. അടുത്തത് ദ മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് അപ്പോൺ, അതായത് കേസ് എടുക്കാൻ പറ്റുന്നത്, അതായത് ഏതിനെ കേസ് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിസീവിംഗ് ഇൻഫർമേഷൻ ത്രൂ ടെലിഫോൺ ഓർ ഇമെയിൽ പറ്റത്തില്ല. പോലീസ് റിപ്പോർട്ട് പറ്റുമോ നോക്കാം. ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എ പോലീസ് ഓഫീസർ, അത് പറ്റുമോ? ഒരാൾ പോലീസ് ഓഫീസർ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് എടുക്കാൻ പറ്റത്തില്ല. ഓൾ ഓഫ് ദി അബോവ് ഇല്ല. ഇവിടുത്തെ ആൻസർ എന്താണ്? പോലീസ് റിപ്പോർട്ട്, അതായത് പോലീസിന്റെ ഒരു റിപ്പോർട്ടും പ്രകാരം കേസ് എടുക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. ബി ആണ് ആൻസർ കേട്ടോ. അല്ലാതെ ഫോണിലൂടെ ഒക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കേസൊന്നും എടുക്കാൻ പറ്റില്ല. അടുത്തത് അണ്ടർ സെക്ഷൻ 439 CRPC. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഫുഡ് സേഫ്റ്റിയിൽ കുറെ ലോസ് പഠിക്കാനുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇതൊക്കെ സിലബസിന്റെ ഡീറ്റെയിൽഡ് പാർട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അധ്യാപകര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അണ്ടർ സെക്ഷൻ 439 CRPC വിച്ച് കോർട്ട് ഹാസ് ദ പവർ ടു റിലീസ് എനി പേഴ്സൺ ഓൺ ബെയിൽ ആൻഡ് ബൈ എ സബ്സീക്വന്റ് ഓർഡർ കോസ് ഹിം ടു ബി റീ അറസ്റ്റഡ്. അത് ആർക്കാണ് പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൈക്കോർട്ട്, സെഷൻസ് കോർട്ട്, ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട്. ഇവിടുത്തെ ആൻസർ ഹൈക്കോർട്ടിനും സെഷൻസ് കോർട്ടിനും. അതായത് അണ്ടർ സെക്ഷൻ 439 CRPC സെക്ഷൻ 439 പ്രകാരം ഏത് കോടതിക്കാണ് ഒരു പേഴ്സണെ ജാമ്യത്തിൽ വിട്ടയക്കാനോ അല്ലെങ്കിൽ ഒരു ഓർഡർ പ്രകാരം അറസ്റ്റ് ചെയ്യാനോ ഉള്ള അധികാരം ഉള്ളതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഹൈക്കോർട്ടിനും സെഷൻസ് കോർട്ടിനും പറ്റും കേട്ടോ. ഇത് രണ്ടുപേർക്കും പറ്റും. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ബോത്ത് ഹൈക്കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട്. ഇനി അടുത്തത് ദ ഹൈക്കോർട്ട് മേ കൺഫർ ഓൺ എനി മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് എ മജിസ്ട്രേറ്റ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് പവർ to try summarily any offence which is punishable with imprisonment for a term not exceeding A 6 months, 3 months, 1 year, 7 year. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അയാൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ 6 മാസത്തിന് താഴെയാണ്. അതായത് 6 മാസത്തിന് മുകളിലേക്ക് പോകുന്ന ശിക്ഷ വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടിന് അല്ലാതെ ഇത്ര മാസത്തിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ടിന് ഒരു കോടതിക്ക്, അതായത് ഒരു കീഴ്ക്കോടതിക്ക് അതിനുള്ള പവർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് ആ കേസ് ട്രയൽ ചെയ്യാനുള്ള പവർ കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ആ കേസിന്റെ പണിഷ്മെന്റ് 6 മാസത്തിൽ കൂടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് ആ ഒരു പവർ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിവിടെ ആൻസർ എന്താ വരുന്നത്? 6 months ആണ് വരുന്നത് കേട്ടോ. എ ആണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ലോസിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് അണ്ടർ സെക്ഷൻ 374 CRPC ഹു ക്യാൻ ഫയൽ അപ്പീൽ ടു ദ സുപ്രീം കോർട്ട്. അതായത് സെക്ഷൻ 374 CRPC പ്രകാരം ആർക്കാണ് സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ പോകാൻ സാധിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ ആൻസർ? എന്താണ്? എനി പേഴ്സൺ കൺവിക്റ്റഡ് ഓൺ എ ട്രയൽ ഹെൽഡ് ബൈ എ ഹൈക്കോർട്ട് ഇൻ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ഒറിജിനൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ഒറിജിനൽ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ കോർട്ടിലുള്ള ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു കേസ്. ആ കേസ് നമ്മളെ ഹൈക്കോടതി എടുത്തിട്ട് കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടിട്ട് ഇപ്പൊ ഒരു ശിക്ഷ വിധിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കോടതി അയാളെ കൺവിക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീൽ പോകാൻ പറ്റും. അതിനുള്ള സെക്ഷനാണ് പറയുന്നത് സെക്ഷൻ 374 CRPC. ഓക്കെ, ബാക്കി ഓപ്ഷൻ ദ പ്രോസിക്യൂഷൻ വിച്ച് കുഡ് നോട്ട് സക്സീഡ് ഇൻ ദ ട്രയൽ ഇൻ ഹൈക്കോർട്ട് അല്ല, ബോത്ത് എ ആൻഡ് ബി അല്ല, നൺ ഓഫ് ദ അബവ്. അപ്പോൾ ഇവിടെ ആൻസർ എനി പേഴ്സൺ കൺവിക്റ്റഡ് ഓൺ എ ട്രയൽ ഹെൽഡ് ബൈ എ ഹൈക്കോർട്ട് ഇൻ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ഒറിജിനൽ ക്രിമിനൽ ഡ്യൂറിസ്ഡിക്ഷൻ. എക്സ്ട്രാ ഓർഡിനറി ഒറിജിനൽ ക്രിമിനൽ ഡ്യൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ലോവർ കോർട്ടിൽ നിന്നും വന്ന ഒരു കേസ്, അതായത് പെൻഡിങ് ആയിട്ടുള്ള ഒരു കേസിനകത്ത് ഇവര് കൺവിക്റ്റഡ് ആയിട്ട് കാണുന്ന കേസിൽ അതായത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ പറ്റും. അടുത്തത് എനി പേഴ്സൺ ഹു മാനുഫാക്ചേഴ്സ് ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂട്ട് എനി ആർട്ടിക്കിൾ ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഫുഡ് ഫോർ കൺസംപ്ഷൻ ഈസ് ലയബിൾ ടു ദ എക്സ്റ്റെൻഡ് ഓഫ്. അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ്, ക്വാളിറ്റി ഇല്ലാത്ത ഫുഡിന്റെ സെയിൽ ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ അവർക്ക് എത്ര രൂപ അല്ലെങ്കിൽ പിഴ കിട്ടും, അല്ലെങ്കിൽ എന്താണ് അവരുടെ പണിഷ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ 2.5 lakh rupees and 6 months imprisonment, ബി 2.5 lakhs rupees only, സി 5 lakhs rupees and 6 months 6 മാസം വരെ തടവ്, ഡി 5 lakhs rupees. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഡി 5 lakh rupees ആണ് കേട്ടോ. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാണ് അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാനുഫാക്ചർ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ മാനുഫാക്ചേഴ്സിന് വരുന്ന ശിക്ഷയാണ് 5 ലക്ഷം രൂപ പിഴ ഈടാക്കുന്നതാണ്.
അടുത്തത് ഫുഡ് സേഫ്റ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഷാൾ കൺസിസ്റ്റ് ഓഫ്. ഫുഡ് സേഫ്റ്റിയുടെ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്, അതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനിൽ 5 members, 3 members, 1 member, എനി ഓഫ് ദ അബോവ്. ഇവിടെ ആൻസർ സി ആണ് കേട്ടോ, ഒരാളാണ് ഉള്ളത്, 1 member ആണ് ഉള്ളത്. അടുത്തത് ഡിഫൻസസ് വിച്ച് മേ ബി അലൗഡ് ഇൻ പ്രോസിക്യൂഷൻ അണ്ടർ ദ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആക്ട്. അപ്പൊ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം കുറെ സെക്ഷൻസ് പറയുന്നുണ്ട്. അതിൽ ഡിഫൻസസ് അലൗഡ് ആയിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് പറയുന്നത്, സെക്ഷൻ 80 ആണ്. അതിനകത്ത് കുറെ സെക്ഷൻ ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ സെക്ഷൻ 80 അത് പറയുന്നത്. ഇനി അടുത്തത്, വേർ ഇൻ എ കേസ് ദ സാമ്പിൾ കണ്ടെയ്നർ റിസീവ്ഡ് ബൈ ദ ഫുഡ് അനലിസ്റ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ എ ബ്രോക്കൺ കണ്ടീഷൻ, he shall. അതായത് നമ്മളൊരു കണ്ടെയ്നർ റിസീവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫുഡ് അനലിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് അനലിസ്റ്റ് ആരാണ്, അതായത് ഒരു ഫുഡ് മെറ്റീരിയലിനകത്തുള്ള അതിന്റെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ സാധനങ്ങളൊക്കെ നോക്കുന്നതാണ് ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് കിട്ടിയ ഒരു കണ്ടെയ്നർ അതെന്താണ്, ബ്രോക്കൺ അവസ്ഥയിലാണ്, പൊട്ടിയ അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ അയാൾ ആരെ അറിയിക്കണം? അതിൽ ഏതാണ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ, ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്തിൻ 7 days, ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം, ഇൻഫോം ദ കമ്മീഷണർ വിത്തിൻ 7 days, ഇൻഫോം ദ കമ്മീഷണർ വിത്തിൻ റീസണബിൾ പീരീഡ് ഓഫ് ടൈം. ഇവിടെ ആരെയാണ് അറിയിക്കേണ്ടത്? ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ 7 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ 7 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. ഓക്കെ, അപ്പം ഇത് ക്വസ്റ്റ്യൻസ് കാണും, മനസ്സിലായിക്കോണം എന്തോരം ഡെപ്തിലാണ് ഓരോ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അല്ലെ, നമുക്ക് കാണുന്നത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അതിനകത്ത് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ലോ ഒക്കെ വരുമ്പോൾ ഒരുപാട് ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, സെക്കൻഡറി എവിഡൻസ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് പ്രൊവിഷൻ ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. നമ്മൾ സെക്കൻഡറി എവിഡൻസ്, പ്രൈമറി എവിഡൻസ് ഒക്കെ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ ഏതാണ്? സെക്ഷൻ 63 നമ്മുടെ സെക്കൻഡറി എവിഡൻസിനെ കുറിച്ച് പറയുന്നത്. അതായത് സെക്കൻഡറി എവിഡൻസ് വെച്ചാൽ, പ്രൈമറി എവിഡൻസ് എന്ന് വെച്ചാൽ എന്താ, പ്രാഥമിക തെളിവുകൾ എന്ന് പറയും. അതായത് ഇപ്പം ഒരാൾ കണ്ടു, ദൃക്സാക്ഷി, അയാൾ പറയുന്ന കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള തെളിവാണ്. നേരെ മറിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇയാൾ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റോ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസ് അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സെക്കൻഡറി എവിഡൻസിനെ കുറിച്ച് പറയുന്ന ഏത് പ്രൊവിഷനിലാണ്? സെക്ഷൻ 63 ഓഫ് എവിഡൻസ് ആക്ട് ആണ്. ഓക്കെ, അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെപ്പറേഷൻ ടെക്നിക്സ് ദ സെപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നെറ്റ് ചാർജ് ഓഫ് ദ മോളിക്യൂൾ. അതായത് മോളിക്യൂളിന്റെ ചാർജിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ടോട്ടൽ ആ ഒരു നെറ്റ് ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫി, ബി അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി, സി മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി, ഡി ഐസോപൈനിക് സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ ഇവിടെ ക്രോമാറ്റോഗ്രാഫിയാണ്, സെപ്പറേഷൻ മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫിയാണ് കേട്ടോ. അയൺസ് ആണ് നെറ്റ് ചാർജിനെ ബേസ് ചെയ്തിട്ട് ഉള്ള സെപ്പറേഷൻ ടെക്നിക്ക്. അഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങളോട് ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി, ചില സാധനങ്ങളോട് ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രാഫിയിൽ. അഫിനിറ്റി ബൈൻഡിങ് ആണ്, ബൈൻഡിങ്ങിന്റെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെന്താണ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഈ അരിപ്പയിലൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ചെറിയ അരിപ്പയിലൂടെ എന്താണ്, കുഞ്ഞു പാർട്ടിക്കിൾ പോകും, വലുത് അവിടെ റിമെയിൻ ചെയ്യും. കുറച്ചുകൂടെ വലിയ അരിപ്പ ആകുമ്പോഴത്തേക്ക് എന്താണ്, അങ്ങനെ. അപ്പൊ ആ പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ചിട്ട് ഉള്ളതാണ് മോളിക്കുലാർ എക്സ്ക്ലൂഷൻ. എന്താണ്? പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മോളിക്കുലർ എക്സ്ക്ലൂഷൻ ക്രോമാറ്റോ. ഐസോപൈനിക് സെൻട്രിഫ്യൂഗേഷൻ ഒരു സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി ആണ്. അടുത്തത്, ആൻ എക്സാമ്പിൾ ഓഫ് ട്രയോസ്. ട്രയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ട്രയോസ് തോന്നും കേൾക്കുമ്പോൾ, ചിലപ്പോൾ 3 ഗ്ലൂക്കോസ്, 3 ടൈപ്സ് ഓഫ് ഗ്ലൂക്കോസ് ചേർന്നാണോ എന്ന് തോന്നും. അല്ല, ഇതിനകത്ത് 3 കാർബൺ ആറ്റംസ് ഉള്ള ഇതിനെയാണ് ട്രയോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എ ഗ്ലൂക്കോസ്, ബി റിബുലോസ്, സി സൈലോസ്, ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഇവിടെ ഗ്ലിസറാൾഡിഹൈഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഗ്ലിസറാൾഡിഹൈഡ് ആണ് ട്രയോസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, എക്സോസ്കെലിറ്റൺ ഓഫ് ഇൻസെക്ട്സ് കൈറ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. ഓക്കെ, അതായത് ഈ ഇൻസെക്ട് നമുക്കറിയാമല്ലോ, ഇപ്പൊ ഈ വണ്ടൊക്കെ എടുക്കുമ്പോൾ വണ്ടിന്റെ ഒക്കെ ആ തോട് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ച് കട്ടിയായിട്ടുള്ള സാധനം ഇങ്ങനെ അല്ലെ, നമ്മളിപ്പോ വണ്ടിനെയൊക്കെ താഴെയൊക്കെ ചിലപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിന്നും പറഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങനെ ഒരു പൊളിയുന്ന പോലത്തെ ഒരു ഇത്, അപ്പൊ കുറച്ചൊരു കട്ടിയുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ പേരാണ്, എക്സോസ്കെലിറ്റന്റെ പേരാണ് കൈറ്റിൻ. ഓക്കെ, ആ ഒരു കൈറ്റിൻ അല്ലെങ്കിൽ ആ കൈറ്റിൻ എന്തുകൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ, ബി എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, സി എൻ അസറ്റൈൽ ഗാലക്ടോസമീൻ, ഡി ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഇവിടുത്തെ ആൻസർ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് കൈറ്റിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ എക്സോസ്കെലിറ്റൺ ഓഫ് ഇൻസെക്ട് മെയ്ഡപ്പ് ഓഫ് എന്താണ്, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ ആണ്.
അടുത്തത് ഓഫ് ദ ഫോളോയിങ് വിച്ച് അമിനോ ആസിഡ് ഈസ് ആൻ ഇമ്യൂനോ ആസിഡ് അല്ലെ. അപ്പൊ നമ്മൾ അമിനോ ആസിഡ് എന്ന് കേട്ടിട്ടുണ്ട്, പ്രോട്ടീൻസിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഫോമാണ് അമിനോ ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇമ്യൂനോ ആസിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡിൽ ഒരു അമിനോ ഗ്രൂപ്പും ഇമ്യൂനോ ആസിഡിൽ ഒരു ഇമ്യൂനോ ഗ്രൂപ്പാണ്. അപ്പൊ ഇത് സ്ട്രക്ചറലി ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അമിനോ ആസിഡ് ഒരു കാർബോക്സിൽ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതായിരിക്കും അമിനോ ആസിഡിലും. ഓക്കെ, ഇമ്യൂനോ ആസിഡിൽ ഒരു ഇമ്യൂനോ ഗ്രൂപ്പും കാർബോക്സിലും ആയിരിക്കും. അപ്പൊ ഈ പറയുന്നതിൽ ഏതാണ് ഇമ്യൂനോ ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹിസ്റ്റിഡിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലിൻ, ടൈറോസിൻ ഉണ്ട്. ആൻസർ എന്താണ്? പ്രോലീൻ. പ്രോലിൻ ആണ് ഇവിടുത്തെ ഇമ്യൂനോ ആസിഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഹിസ്റ്റിഡിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലിൻ, ടൈറോസിൻ, പ്രോലീൻ ആണ് ഇമ്യൂനോ ആസിഡ്. അപ്പൊ പ്രോലീൻ ഒരു ഇമ്യൂനോ ആസിഡ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തത് പ്രോട്ടിയോലൈറ്റിക് എൻസൈം ട്രിപ്സിൻ ഹൈഡ്രലൈസസ് ദ പെപ്റ്റൈഡ് ബോൺസ് ഇൻ വിച്ച്. അപ്പൊ നമുക്കറിയാം ട്രിപ്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻസൈം ആണ്. അപ്പം ഇത് ഏത് പെപ്റ്റൈഡ് ബോണ്ടിനെയാണ് ബ്രേക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. അമിനോ ഗ്രൂപ്പ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ഐദർ ബൈ ലൈസിൻ ഓർ ആർജിനിൻ. ബി carbonyl function is contributed either by lysine or arginine. C carbonyl function is contributed either by phenylalanine or tyrosine. D amino group is contributed either by phenylalanine or tyrosine. ഇവിടുത്തെ ആൻസർ ഇതാണ്, carbonyl function contributed by lysine or arginine. ഓക്കെ, ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആന്റി ഓക്സിഡന്റ്. ഇവിടെ ആന്റി ഓക്സിഡന്റ് അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആണ്. ബി വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് ആണ്. കരോട്ടീൻ വൈറ്റമിൻ എ എന്താണ്? ആന്റി ഓക്സിഡന്റ് ആണ്. വൈറ്റമിൻ B6 ആന്റി ഓക്സിഡന്റ് അല്ല. അപ്പൊ ഇത് അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഡി ആണ്. അടുത്ത എന്താണ്? അയഡിൻ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ്സ് ഡിനോട്ട്സ്. ഓക്കെ, അയഡിൻ നമ്പർ ഫാറ്റി ആസിഡ്സ് എന്ത് കാണിക്കുന്നു? അതായത് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ചെയിൻ ലെങ്ത്, മോളിക്കുലാർ വെയിറ്റ്, സോലുബിലിറ്റി ഇൻ വാട്ടർ. അപ്പം ഈ അയഡിൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു നമ്മുടെ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഓയിൽസ് എത്രത്തോളം അയഡിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു 100 ഗ്രാം ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ എത്രത്തോളം അയഡിനെ അബ്സോർബ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ് ഈ അയഡിൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം അൺസാച്ചുറേഷൻ കൂടുന്നതനുസരിച്ച് ആ അയഡിൻ നമ്പറും കൂടിക്കൊണ്ടിരിക്കും. അതായത് അയഡിൻ നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അൺസാച്ചുറേഷൻ. ഓക്കെ, അപ്പം അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് ആണെങ്കിൽ ഇതിനകത്ത് എന്താണ്? അയഡിൻ നമ്പർ കൂടുതലായിരിക്കും. അൺസാച്ചുറേഷൻ കുറയുന്നതനുസരിച്ചിട്ട് അതിന്റെ അയഡിൻ നമ്പർ കുറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷനെയാണ് അയഡിൻ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എ ആൻസർ, എ ആണ് ആൻസർ. ഓക്കെ, അടുത്തത് കോൾഡ് സ്റ്റെറിലൈസേഷൻ മീൻസ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് ബൈ അല്ലെ. കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നും സ്റ്റെറിലൈസിങ് അറ്റ് -179 ഡിഗ്രി സെൽഷ്യസ് ആണോ, റേഡിയേഷൻ ആണോ? സ്റ്റെറിലൈസിങ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണോ, ലയോഫിലൈസേഷൻ ആണോ? ഇവിടെ ആൻസർ റേഡിയേഷൻ ആണ് കേട്ടോ. റേഡിയേഷൻ ആണ്. കോൾഡ് സ്റ്റെറിലൈസേഷൻ മീൻസ് റേഡിയേഷൻ ആണ്. ഓക്കെ, ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. ഓക്കെ, ലയോഫിലൈസേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ക്രയോജനിക് ഡ്രൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീസ് ഡ്രൈയിങ് ആണ് ലയോഫിലൈസേഷൻ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അടുത്തത് ഇൻ ഹ്യൂമൻസ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് %% ഓഫ് ദ ഡെയിലി കലോറി എക്സ്പെൻഡിച്ചർ. അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ്, ഓക്കെ, BMR, BMI അല്ല, BMR. ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഡൈജഷൻ കഴിഞ്ഞ് ഇത്ര മണിക്കൂറിന് ശേഷം റെസ്റ്റിംഗ് ടൈമിൽ, അതായത് 12 മണിക്കൂറാണെന്ന് തോന്നുന്നു, റെസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി സ്പെൻഡ് ചെയ്യുന്ന എനർജി, അതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഡെയിലി കലോറിയുടെ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 60 to 70% ആണ്. 60 to 70%. ഇവിടെ ആൻസർ എ ആണ് ആൻസർ കേട്ടോ. 60 to 75, 40, 55, 25, 40, 80, 90 എന്നിട്ടുണ്ട്. ഇവിടെ 60 to 75 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ദ റെസ്പിറേറ്ററി കോഷ്യന്റ് ഈസ് ദ റേഷ്യോ. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്തിന്റെ രണ്ട് വാല്യൂസിന്റെ തമ്മിൽ റേഷ്യോ ആണ്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഓക്സിജൻ കൺസ്യൂംഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ്. ബി വാട്ടർ H2O കൺസ്യൂംഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ്. സി കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. ഡി കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ
H2O കൺസ്യൂംഡ് അല്ലെങ്കിൽ വാട്ടർ കൺസ്യൂംഡ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്. ആ ഒരു റേഷ്യോ, അതായത് മുകളിൽ ഓക്സിജൻ മുകളിലാണെന്ന് തോന്നും, അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ റേഷ്യോ ബൈ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജന്റെ റേഷ്യോ, ഇതാണ് എന്ത്? റെസ്പിറേറ്ററി കോഷ്യന്റ്, RQ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? സി ആണ് ആൻസർ. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ്, അതാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. അടുത്തത് ബയോളജിക്കൽ വാല്യൂ ഓഫ് എ പ്രോട്ടീൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഓക്കെ, ന്യൂട്രീഷൻ അതൊക്കെ വരുന്നതാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഈ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ നൈട്രജന്റെ ഒക്കെ യൂട്ടിലൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഈ ബയോളജിക്കൽ വാല്യൂ. അപ്പൊ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചേക്കാണ്. അമിനോ ആസിഡിന്റെ കോമ്പോസിഷൻ എ, ബി എന്താണ്? വൈറ്റമിൻ ആൻഡ് മിനറൽ കണ്ടന്റ്, സി പ്രിപ്പറേഷൻ കുക്കിംഗ് മെത്തേഡ്. ഓഫ് കോഴ്സ് കുക്കിംഗ് മെത്തേഡിൽ എന്താണ്? പ്രോട്ടീൻസിന്റെ ഒക്കെ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിനകത്തൊക്കെ വേരിയേഷൻ വരും. ഡി ഓൾ ഓഫ് ദ എബവ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓൾ ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് മൂന്നും അമിനോ ആസിഡ് കോമ്പോസിഷൻ, വൈറ്റമിൻ ആൻഡ് മിനറൽ കണ്ടന്റ്, പ്രിപ്പറേഷൻ കുക്കിംഗ്, ഇതെല്ലാം ബയോളജിക്കൽ വാല്യൂ ഓഫ് എ പ്രോട്ടീനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്തത് അബ്സോർഷൻ മാക്സിമ അല്ലെങ്കിൽ ഇത് ലാംഡ മാക്സ് ആണ് കേട്ടോ. ലാംഡ മാക്സ് ആണ്. ഓക്കെ, ലാംഡ മാക്സ് ആണ്. അബ്സോർഷൻ മാക്സിമം എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലാംഡ മാക്സ് ആണ്. ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഡിപെൻഡന്റ് ഓൺ ഡാഷ് സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട്, ബി pH ഓഫ് ദ സോൾവെന്റ് ഇൻ വിച്ച് ദ കോമ്പൗണ്ട് എക്സിസ്റ്റ്, സി ദ പൊളാരിറ്റി ഓഫ് ദ സോൾവെന്റ്, ഡി ഓൾ ദ എബവ്. ഇവിടെ ആൻസർ എന്താണ്? ഓൾ ദ എബവ് ആണ് കേട്ടോ. അതായത് അബ്സോർഷൻ മാക്സിമം അല്ലെങ്കിൽ ലാംഡ മാക്സ് ഓഫ് എ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ, അത് ആ കോമ്പൗണ്ട് ഏത് സോൾവെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ pH, അതുപോലെ തന്നെ സോൾവെന്റിന്റെ പൊളാരിറ്റി, ഇതിനെല്ലാം ബേസ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ദ പർപ്പസ് ഓഫ് ഗാർഡ് കോളം ഇൻ HPLC സിസ്റ്റം. ഓക്കെ, HPLC എന്താണ്? നമ്മുടെ ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ആണ് കേട്ടോ. HPLC ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി. കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ HPLC. അപ്പം HPLCയില് ഒരു ഗാർഡ് കോളം ഉണ്ട്. ഇത് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി സെപ്പറേഷൻ ടെക്നിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സാധനമാണ്. അപ്പൊ HPLCയിൽ ഗാർഡ് കോളത്തിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പ്രൊട്ടക്ട് ദ പെരിസ്റ്റാൾട്ടിക് പൾബ്, എ. ബി പ്രൊട്ടക്ട് ദ മെയിൻ കോളം, സി പ്രൊട്ടക്ട് ദ ഇഞ്ചക്ഷൻ പോർട്ട്, ഡി പ്രൊട്ടക്ട് ദ ഡിറ്റക്ടർ. ഇവിടെ ആൻസർ എന്താണ്? പ്രൊട്ടക്ട് ദ മെയിൻ കോളമാണ് കേട്ടോ. പ്രൊട്ടക്ട് ദ മെയിൻ കോളമാണ് പർപ്പസ് ഓഫ് ഗാർഡ് കോളം ഇൻ HPLC സിസ്റ്റം. അടുത്തത് ഓൾ ഫ്രീ റാഡിക്കൽസ് ഹാവ് ഡാഷ് ഇൻ ദർ ഓർബിറ്റൽസ്. നമ്മൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ ഏജിങ് പ്രോസസ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഓരോ പല നമ്മുടെ ലൈഫിലുള്ള ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ. അപ്പൊ അത് ഏജിങ് പ്രോസസ്സിനെയൊക്കെ കൂട്ടും. അത് അത്ര നല്ലതല്ല. നമുക്ക് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? പെയ്ഡ് വാലൻസ് ഇലക്ട്രോൺ, എ പെയ്ഡ് വാലൻസ് ഇലക്ട്രോൺ, ബി അൺപെയ്ഡ് വാലൻസ് ഇലക്ട്രോൺ, സി നോ വാലൻസ് ഇലക്ട്രോൺ, ഡി നൺ ഓഫ് ദ എബോവ്. അപ്പം ഓൾ ഫ്രീ റാഡിക്കൽസ് ഹാവ് എന്താണ്? അൺപെയ്ഡ് വാലൻസ് ഇലക്ട്രോൺസ്. അൺപെയ്ഡ് വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതാണ് ഫ്രീ റാഡിക്കൽസിന്റെ ഓർബിറ്റൽസിൽ. ഓക്കെ,